ഫാമിലീസ്, എല്ലാവർക്കും എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇത് എൻ്റെ പുതിയ ചാനലാണ്. ഞാൻ ഇന്നലെ ഇത് തുടങ്ങിയത്. ഇന്നലെ തന്നെ എനിക്ക് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ ആകെപ്പാടെ വളരെ ടെൻഷനിലായിരുന്നു. എന്ത് പറയണമെന്ന് പോലും എനിക്കൊന്നും പിടികിട്ടിയില്ല. ഞാൻ കുറച്ച് രണ്ട് ലൈൻ സംസാരിച്ചപ്പോഴത്തേക്കിന് തന്നെ എനിക്ക് എൻ്റെ ദേഹമെല്ലാം വിസർക്കാൻ തുടങ്ങി. എനിക്ക് നന്നായിട്ട് പേടിയായിപ്പോയി. ഞാൻ ആകെപ്പാടെ ടെൻഷൻ അടിച്ച് പിന്നെ നെർവസായി. ഞാൻ പിന്നെ വീഡിയോ 3-4 ഫോട്ടോ മാത്രമേ എടുത്ത് പിന്നെ അത് അപ്ലോഡ് ചെയ്തുള്ളൂ. അപ്പോൾ ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് സ്നേഹ എന്നാണ്. ഞാൻ UP പ്രയാഗ്രാജ് ജില്ലയിൽ താമസിക്കുന്നത്. എനിക്ക് 2 പെൺകുട്ടികളും ഒരു ഹസ്ബൻഡും ഉണ്ട്. അപ്പം ഞാൻ യൂട്യൂബിനെ വളരെ സീരിയസ് ആയിട്ട് കാണുന്നു. എന്താണെന്ന് ചോദിച്ചാൽ പിന്നാണെങ്കിൽ എനിക്ക് അങ്ങനെ സമയം വരെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് വരെ മറ്റുള്ളവരോട് എത്ര നാൾ ഭർത്താവിനോട് പൈസ അയക്കുമ്പോൾ നിൻ്റെ വീട്ടുകാരോട് ചോദിക്കുമ്പോൾ നിനക്ക് ഹസ്ബൻഡില്ലേ, അവർ പുള്ളിയോട് ചോദിക്കും. അങ്ങനെ ആകെപ്പാടെ എന്തുവാ എല്ലാവരോടും ഇങ്ങനെ കൈ നീട്ടിയിരിക്കുന്നു. അതിൻ്റെ നല്ലത് സ്വന്തമായിട്ട് നമുക്ക് ചെയ്യാൻ എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യുന്നതല്ലേ ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനിങ്ങനെ ഈ മൊബൈലിൽ തന്നെ സെർച്ച് ചെയ്തപ്പോഴത്തേക്കിന് എനിക്ക് നേരത്തെ അറിയത്തില്ലായിരുന്നു യൂട്യൂബിൽ നിന്ന് നമുക്ക് വരുമാനം ഉണ്ടാക്കാമെന്നോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയൊന്നും എനിക്ക് അറിയത്തേ ഇല്ലായിരുന്നു. ഞാൻ അധികം കൂടുതൽ ന്യൂസ് ചാനലൊക്കെയാണ് കണ്ടുകൊണ്ടിരുന്നത്. ന്യൂസ് ചാനൽ കാണുമ്പോൾ ലോകത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, നമ്മുടെ കേരളത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, നമ്മുടെ ഇന്ത്യയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, അതൊക്കെ നോക്കുന്ന കൂടുതൽ ഞാൻ ഈ ന്യൂസ് ചാനൽ മാത്രമേ കാണാറുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് അറിയത്തില്ലല്ലോ നമുക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഞാനധികം ഒന്നും കാണാറില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. ഒരു ദിവസം ഞാനിങ്ങനെ റിസർച്ച് ചെയ്ത് നോക്കി നമുക്ക് വേലം കൂലിയൊന്നും ഇല്ലാതെ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് വീട്ടിലിരുന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ഞാനിങ്ങനെ സെർച്ച് ചെയ്തപ്പോഴാണ് യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാം എന്നൊരു ഹെഡിങ് ഉണ്ട്. അതൊരു അടിപൊളി സംഗതിയാണല്ലോ, എനിക്കിത് എന്തോ ഇത്ര നാളും തിരിയാഞ്ഞെന്ന് ഞാൻ വിചാരിച്ച്. അങ്ങനെ അപ്പോൾ പിന്നെ ഞാൻ ആ വീഡിയോ മുഴുവനും കണ്ടപ്പോഴത്തേക്കിന് എനിക്ക് തോന്നി എല്ലാവർക്കും ചെയ്യാമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ചെയ്തുകൂടാ. അപ്പോൾ ഞാനും വീഡിയോ ഇടണമെന്നൊക്കെ. പിന്നെ എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ മൊബൈലിനെ പറ്റി യാതൊരു കാര്യമില്ല. ആരെങ്കിലും ഫോൺ വിളിച്ചാൽ എടുക്കും, വെക്കും, അത്രയേ ഉള്ളൂ. ഞാൻ വീഡിയോ പോലും എൻ്റെ ഫോട്ടോ പോലും മൊബൈലിനകത്ത് ഞാൻ അങ്ങനെ എടുക്കാറില്ല. പിന്നെ ഞാൻ എൻ്റെ കുട്ടികളോട് പറഞ്ഞു എനിക്കിതേപോലെ മൊബൈലിൽ എനിക്കൊരു ചാനൽ തുടങ്ങിത്തരാൻ പറഞ്ഞു. അവരാണെങ്കിൽ കേട്ട ഭാഗം പോലല്ല. അവർ പിന്നെ മമ്മിയൊക്കെ എന്തുവാ നിങ്ങളൊക്കെ പ്രായം ചെന്നവരോ, നിങ്ങളൊക്കെ ഇനി ആരാ നോക്കായിരിക്കും. അവരുടെ വിചാരം എന്തുവാ തുള്ളിച്ചാടുന്നവർ മാത്രമേ ഇതൊക്കെ തുള്ളിച്ചാടുന്നവർക്ക് മാത്രമേ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന് അവരുടെയൊക്കെ വിചാരം. അവരോട് പറഞ്ഞപ്പോൾ അവരെന്നെ വലിയ പ്രോത്സാഹിപ്പിച്ചൊന്നുമില്ല. അവരെങ്ങനെ ഒരു പുച്ഛത്തോടുകൂടി ഈ കളവത്തുള്ളക്ക് ഇനി എന്താ ചെയ്യാനോ, യൂട്യൂബിൽ കയറി സോഷ്യൽ മീഡിയയിൽ ഇവരെന്താ ചെയ്യാനോന്നുള്ള അർത്ഥത്തിൽ അവരെന്നെ പരിഹസിച്ച് ചിരിച്ച്. പിന്നെ എൻ്റെ കെട്ടിയനോട് പറഞ്ഞപ്പോൾ യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാനൊന്നും പറ്റത്തൊന്നുമില്ല, അതൊക്കെ ചുമ്മാ പറയുന്നത്, നിങ്ങളാരോ ഇതൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനൊന്നുമല്ല, യൂട്യൂബിൽ നിന്ന് വരുമാനമൊക്കെ ഉണ്ടാക്കാനൊക്കെ പറ്റും എന്ന് ഞാൻ പറഞ്ഞു. രണ്ടിടത്തുനിന്നും എനിക്ക് നിരുത്സാഹപ്പെടുത്തിയല്ലോ എന്നെ. അപ്പോൾ പിന്നെ ഞാനോർത്ത് ഇനി ആരോടും പറയുന്നില്ലെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ ആരോടും പറഞ്ഞുമില്ല. അങ്ങനെ പക്ഷേ എന്നാലും എൻ്റെ കുട്ടികൾ എന്നെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. അവരെ എനിക്ക് ചാനൽ ക്രിയേറ്റ് ചെയ്ത് തന്നതും എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നതൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ വീഡിയോ എടുക്കാനായിട്ട് നിന്നപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാൻ ആകെപ്പാടെ ടെൻഷൻ അടിച്ച് കൊണ്ടാടങ്ങി. അതുകൊണ്ട് പിന്നെ ഞാൻ 3-4 ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്ത് എനിക്ക് ഒരു 3-4 മണിക്കൂറിനകം തന്നെ എനിക്ക് 500 വ്യൂസായി. ഒരാളെന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഞാൻ ഓർത്തു എൻ്റെ ദൈവമേ, ഒരാളെങ്കിലും എന്നെ സബ്സ്ക്രൈബ് ചെയ്തില്ല ആദ്യത്തെ ദിവസം. ആ സബ്സ്ക്രൈബ് ചെയ്ത ആളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് വിചാരിച്ച് പിന്നെ ഞാനിങ്ങനെ ഓർത്ത് വൈറ്റി സ്റ്റുഡിയോ 3-5 പ്രാവശ്യം ഇങ്ങനെ തുറന്ന് നോക്കി എങ്ങനെയോ ഉറങ്ങിപ്പോയി. നേരം വെളുത്ത് ഇനിയിപ്പം സത്യം പറഞ്ഞാൽ ഇപ്പോൾ ജീവിതത്തിലൊരു ഉന്മേഷമായി. രാവിലെ എഴുന്നേൽക്കുമ്പോൾ വീഡിയോ ഇടണം,
പിന്നെ ഏതൊക്കെ എങ്ങനെയൊക്കെ ചെയ്യണം അതൊക്കെ ഓർത്താ രാവിലെ ഇനിയിപ്പോൾ എന്ത് എഴുന്നേക്കാളും നേരത്തെ എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റാലും വലിയ എന്തോ തൂക്കണം വാരണം തേച്ച് മുഴക്കണം തുണി കഴുകണം ഇതൊക്കെ തന്നെ പരിപാടി. ഇനിയിപ്പോൾ ഒരു ഉന്മേഷമായി എന്തുവാ ഒരുങ്ങാനും പിന്നെ വീഡിയോ എടുക്കുമ്പോൾ എന്തോലും അതിൻ്റേതായ സെറ്റപ്പൊക്കെ വേണ്ടേ. അപ്പം എൻ്റെ വിചാരം ഞാൻ പുറത്ത് പോകാൻ ഒരുങ്ങുന്ന പോലുള്ള ഒരു പ്രതീതി എനിക്ക് യൂട്യൂബിൻ്റെ മുമ്പിൽ വരുമ്പോൾ ക്യാമറയുടെ മുമ്പിൽ വരുമ്പോൾ ഞാൻ ഒരുങ്ങുന്നത് തന്നെ. എന്തായാലും ഞാൻ എൻ്റെ 100% യൂട്യൂബിന് കൊടുക്കും. പിന്നെ നിങ്ങളെല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം, കമൻ്റ് ഇടാൻ മറക്കരുത്, ലൈക്കും ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് ഇനി വീഡിയോകളൊക്കെ ഇടാൻ ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് എല്ലാം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും മുന്നോട്ടുള്ള യാത്രയെല്ലാം എൻ്റെ സുഖങ്ങളും ദുഃഖങ്ങളും എല്ലാം പങ്കിടാനും എനിക്ക് നല്ലൊരു ജീവിതമാർഗം തന്നെ ഉണ്ടാകാനും ഈ യൂട്യൂബിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എല്ലാവർക്കും എൻ്റെ ബൈ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.